ബി.ജെ.പി. നമ്മുടെ രാജ്യത്ത് അധികാര രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ച ദൈവത്തിന്റെ പേരാണ് ശ്രീരാമൻ. ആ ശ്രീരാമനെ ഉപയോഗിച്ച് ഒട്ടേറെ ജാഥകളും ഘോഷയാത്രകളും ഒക്കെ നടത്തി രക്തപ്പുഴകൾ ഒഴുക്കിയാണ് ബി.ജെ.പി. രാജ്യത്ത് അവരുടെ രാഷ്ട്രീയത്തെ വളർത്തിയതും അധികാരത്തിലേക്കുള്ള പടികൾ ചവിട്ടിക്കയറിയതും. ആ ശ്രീരാമന്റെ പേരിൽ ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന 400 വർഷത്തിലേറെ പഴക്കമുണ്ടായിരുന്ന മുസ്ലിം പള്ളി ബാബറി മസ്ജിദ് തകർത്ത് അവിടെ ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു. രാജ്യത്തെ സുപ്രീം കോടതിക്ക് അതിനകത്തിൽ ഒരു ലെവലേശം ഒരു പ്രശ്നവും തോന്നാതെ അതിന് അനുവദിക്കുകയും ചെയ്തു. ആ ക്ഷേത്രം പണിയുടെ പുറകിൽ ഇപ്പം നടക്കുന്ന കൊള്ള, ക്ഷേത്ര നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പം നടക്കുന്ന കൊള്ളയുടെ കഥകൾ പുറത്തു വന്നത് 2025 ഓഗസ്റ്റിൽ പഴയ ശിവസേന നേതാവ് രാജ് താക്കറെയാണ് ഇത് പുറത്തു കൊണ്ടുവന്നത്. അദ്ദേഹം പറഞ്ഞു, അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തിന്റെയും ക്ഷേത്ര നടത്തിപ്പിന്റെയും പേരിൽ RSSും BJPയും കോടിക്കണക്കിന് രൂപയുടെ കൊള്ള നടത്തുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ട് വന്നിട്ടാണ് ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠ നടത്തുന്നത്. ഒരു മതേതര രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കർമ്മമാണ് ചെയ്തത്. അപ്പോഴൊക്കെ രാജ്യത്ത് ആക്ഷേപമുണ്ടായി. അവരുടെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കാൻ അധികാരത്തിന് വേണ്ടി അവർ മതത്തെയും ദൈവത്തെയും ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ഒട്ടേറെ ആക്ഷേപങ്ങൾ വന്നു. രാജ്യത്തെ ഒരു മാധ്യമങ്ങളും അത് ചർച്ച ചെയ്തില്ല. ഇപ്പൊ എന്താ ഏറ്റവും അവസാനം ഗത്യന്തരമില്ലാതെ ഉത്തർപ്രദേശിലെ BJP ഗവൺമെന്റിനും അതേപോലെ തന്നെ കേന്ദ്രത്തിലെ BJP ഗവൺമെന്റിനും അയോധ്യ ക്ഷേത്രക്കൊള്ളയെ സംബന്ധിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ടി വന്നു. സുപ്രീം കോടതി ഈ കേസ് നിലനിൽക്കുന്നു. ആദ്യം എന്താ പറഞ്ഞത്? ഈ അയോധ്യ ക്ഷേത്രത്തിന്റെ ഭൂമി വാങ്ങിയതിൽ അഴിമതി. ബാബറി പള്ളി നിന്നതിന്റെ പരിസര പ്രദേശങ്ങളിൽ ഈ ക്ഷേത്ര നഗരി പണിയാൻ ഏക്കർ കണക്കിന് ഭൂമിയാണ് BJP പൊന്നുമ്പലേക്കെടുത്തത്. അതിനകത്തിലൊക്കെ കൊടിയ അഴിമതി. അവിടെ വിമാനത്താവളം പണിഞ്ഞു, റെയിൽവേ സ്റ്റേഷൻ പണിഞ്ഞു, റോഡ് പണിഞ്ഞു. ഇതെല്ലാം പണിയുന്നതിൽ കൊള്ള നടത്തി വലിയ ആ റോഡും വിമാനത്താവളത്തിന്റെയും റെയിൽവേ സ്റ്റേഷന്റെ ഒക്കെ ഭാഗങ്ങൾ ഇടിഞ്ഞു വീണ വാർത്ത നമ്മൾ കേട്ടു. അതിലൊക്കെ കൊടിയ അഴിമതി നടന്നു. ഇപ്പൊ ഏറ്റവും അവസാനം പരിശോധിച്ചപ്പോൾ 1400 കോടി രൂപയുടെ ഭക്തർ അവിടെ കൊണ്ടിട്ട നേർച്ചപ്പെട്ടിയിൽ നിന്ന് മോഷണം പോയതും വസ്തു വാങ്ങിയതിലും അവിടുത്തെ നടത്തിപ്പിന്റെ ഭാഗമായി നടന്ന ക്രമക്കേടുകളിലും അഴിമതി എന്നാണ് പുറത്തു വരുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ വ്യാപകമായി ആക്ഷേപം ഉയർന്നു. ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് ഗവൺമെന്റ് ഒരു കാരണവശാലും ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ വെളിയിൽ കൊണ്ടുവരുന്നു. പക്ഷേ വലിയ സമ്മർദ്ദമുയർന്നു. സുപ്രീം കോടതിയുടെ ഇടപെടലൊക്കെ വന്നപ്പോൾ RSSന്റെ നേതാവ്, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവ്, ക്ഷേത്രത്തിന്റെ മുഖ്യ ട്രസ്റ്റിയായ ചമ്പത് റായ് ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ പിന്നെ കേസെടുക്കേണ്ടി FIR വേണ്ടി വന്നു. ആ FIR ഇട്ടതിന് ശേഷം ഇപ്പോ ഈ നിർമ്മാണ ചുമതല നേരിട്ട് ഇതിന്റെ തുടക്കം മുതൽ കൊടുത്തിരുന്നത് PMO പ്രധാനമന്ത്രി ഓഫീസിലെ അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ സെക്രട്ടറി നൃപേന്ദ്ര മിശ്രയാണ്. ആ നൃപേന്ദ്ര മിശ്ര 2 ദിവസം മുമ്പ് അയോധ്യയിൽ വന്നിട്ട് ചമ്പത് റായിയാണ് ഈ കുഴപ്പങ്ങളുടെ എല്ലാം കാരണക്കാരെന്ന് ചമ്പത് റായി ആക്ഷേപിച്ചു. ചമ്പത് റായി ഇപ്പൊ ഒരു തുറന്ന കത്തെഴുതിയിട്ടുണ്ട്. ആ തുറന്ന കത്തിലൂടെ ചമ്പത് റായി പറഞ്ഞു, ഞാനല്ല, ഇതിന്റെ തുടക്കം മുതൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. കരാറ് കൊടുത്തത് അവർക്ക് ഇഷ്ടമുള്ളവർക്കാണ്. അശോക് സിംഗാൾ എന്ന് പറഞ്ഞ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ തലവൻ നേരത്തെ ഒരു കരാറുകാരനെ ഏൽപ്പിച്ചിരുന്നു. അയാളെ മാറ്റിയിട്ട് ഈ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി നൃപേന്ദ്ര മിശ്ര പ്രധാനമന്ത്രിക്ക് വേണ്ടി വന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അയാൾ വന്ന് വേറെ പുതിയ കരാർ കമ്പനികൾക്ക് ക്ഷേത്ര നിർമ്മാണത്തിന്റെയും നടത്തിപ്പിന്റെയും ഒട്ടേറെ അവിടുത്തെ പർച്ചേസിന്റെയും ഒക്കെ ചുമതല മാറ്റിക്കൊടുത്തു. ഇപ്പൊ ചമ്പത് റായി എന്ന് പറഞ്ഞ ഇതിന്റെ മുഖ്യ ട്രസ്റ്റി പറയുന്നത് ഇതിന്റെ പ്രധാന കുഴപ്പക്കാരൻ പ്രധാനമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയായ നൃപേന്ദ്ര മിശ്രയാണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ അഴിമതിയുടെ വിരൽ ചൂണ്ടപ്പെടുന്നത് RSSകാരനായ ചമ്പത് മിശ്ര ഇപ്പൊ വിരൽ ചൂണ്ടുന്നത് പ്രധാനമന്ത്രിയിലേക്ക് തന്നെയാണ്. ഈ രാജ്യത്ത് മറ്റുള്ളവരുടെ അഴിമതി തേടി പിടിക്കാൻ ED എന്ന ഈ ചോറ്റുപട്ടാളത്തെ ഉപയോഗിക്കുന്ന BJPക്ക് ഇതുവരെ EDയെ ഇവിടേക്ക് വിടാൻ കഴിഞ്ഞില്ല. കോടിക്കണക്കിന് രൂപ മനുഷ്യന്റെ പൈസ കൊള്ളയടിച്ചതാണ്. മനുഷ്യൻ വിശ്വാസത്തിന്റെ പേരിൽ കൊണ്ട് നേർച്ചയിടുന്ന പൈസ, അവിടെ സ്വർണം, രത്നങ്ങൾ, വെള്ളി ഒക്കെ അവിടെ കൊണ്ട് സമർപ്പിച്ചത് മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് പോയി. ഒരു EDയും അവിടെ കാണുന്നില്ല. അതേസമയം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിലെ ആരെങ്കിലും അവരുടെ ഏതെങ്കിലും ഭാഗത്തൂടെ ആരെങ്കിലും ഒരുത്തന്റെ അഴിമതി ആരോപണം ഉന്നയിച്ചാൽ അവിടെ എല്ലാം പോയിട്ട് ED അന്വേഷിക്കുന്നു.
ഇ ഡി അവരെ ഭീഷണിപ്പെടുത്തുന്നു, ഇ ഡി അവർക്കെതിരെ കള്ളക്കേസുകൾ എടുക്കുന്നു, അവരെ നിയമ കുരുക്കുകളിൽ കൊണ്ട് ചാടിക്കാൻ ശ്രമിക്കുന്നു. കേരളത്തിലോ ഒരു സംഭവം ഉണ്ടായി. BJP കഴിഞ്ഞതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്ന കള്ളപ്പണം പിടിക്കപ്പെട്ടു കൊടകരയിൽ. ആ പിടിക്കപ്പെട്ട കേസ് ഇ ഡി ഏറ്റെടുത്തതിന് ശേഷം ഇന്ന് വരെ ഒരു നടപടി ഉണ്ടായില്ല. ഇപ്പൊ ഏറ്റവും അവസാനം BJPയുടെ സംസ്ഥാന നേതാവാണ് PC ജോർജ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, കേരളത്തിൽ എന്റെ തെരഞ്ഞെടുപ്പിന് ഒരു അസംബ്ലി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന് 4.25 കോടി രൂപ കൊണ്ടുവന്ന് വല്ലവനും അടിച്ചുകൊണ്ട് പോയി തിരിമറി നടത്തിയിരിക്കുന്നു. ഇ.ഡിക്ക് അതൊന്നും അന്വേഷിക്കേണ്ട. ഇതാണ് കേന്ദ്ര ഗവൺമെന്റ്, ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആ പാർട്ടിയിലേക്ക് ഈ ചില ആളുകളെ ഇപ്പോ വലിയ അഴിമതിക്കാരായി ചിത്രീകരിക്കും. മഹാരാഷ്ട്രയിൽ മരിച്ചുപോയ അജിത് പവാർ, അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്ത്, ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് 48,000 കോടിയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചു. അദ്ദേഹം രാജിവെച്ച് BJPയുടെ ഒപ്പം ചേർന്ന് കഴിഞ്ഞപ്പോൾ ആ ആക്ഷേപമില്ല. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, അയാൾ BJPയിൽ എത്തുന്നതിന് മുമ്പ് കോൺഗ്രസിൽ നിൽക്കുമ്പോൾ അയാൾക്കെതിരെ വലിയ ആക്ഷേപവും ഇ.ഡി അന്വേഷണവും. അയാൾ രാജിവെച്ച് BJP ചെന്നപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ സൂചിപ്പിച്ചത് BJPക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന സാമ്പത്തിക അന്വേഷണ ഏജൻസി ഇ.ഡി അയോധ്യയിലെ 1400 കോടിയുടെ കൊള്ള നടന്നിട്ട് ആ ഇ.ഡി കാണുന്നില്ല, CBIയുടെ കണ്ണ് അടഞ്ഞിരിക്കുന്നു. ഇത് അധികാര ദുർവിനിയോഗത്തിന്റെ ഏറ്റവും പരമമായ ഉദാഹരണമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിന് നേരെ RSS നേതാവായ ചമ്പത്രായി 1400 കോടിയുടെ അയോധ്യ ക്ഷേത്ര അഴിമതി കൊള്ളയെപ്പറ്റി വിരൽ ചൂണ്ടിയിട്ട് ഇതുവരെ ഒരു മറുപടി പറയാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ ചിത്രം.